ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കി മുന്നണികൾ. വോട്ടെടുപ്പിന് ഇനി 11 ദിവസം മാത്രം. NDA പ്രചാരണത്തിനായി സംസ്ഥാനത്തെത്തിയ മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി പാലക്കാട് കോട്ട മൈതാനത്ത് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയാണ്. കേരളത്തിലെ യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരുടെ വിശ്വാസവും സ്നേഹവും NDAയ്ക്കൊപ്പമാണെന്ന് ശ്രീ മോദി പറഞ്ഞു. കേരളം മാറ്റത്തിന്റെ സന്ദേശം നൽകുന്നതായി പറഞ്ഞ അദ്ദേഹം വികസിത കേരളം എന്ന ലക്ഷ്യം NDA യാഥാർത്ഥ്യമാക്കുമെന്നും ചൂണ്ടിക്കാട്ടി. LDFും UDFും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നു എന്ന വിമർശനവും ശ്രീ മോദി പ്രചാരണ സമ്മേളനത്തിൽ ഉന്നയിച്ചു. NDA സ്ഥാനാർത്ഥികളും മുതിർന്ന നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പാലക്കാട്ടെ പ്രചാരണത്തിന് ശേഷം തൃശൂരിലെത്തുന്ന ശ്രീ മോദി 50,000-ഓളം പാർട്ടി പ്രവർത്തകർ പങ്കെടുക്കുന്ന റോഡ് ഷോയ്ക്ക് ഇന്ന് വൈകുന്നേരം നേതൃത്വം നൽകും. തൃശൂർ ജില്ലയിലെ NDA സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോയിൽ അണിനിരക്കും. LDFിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് മലപ്പുറം ജില്ലയിൽ പര്യടനം നടത്തുകയാണ്. തിരൂർ, പൊന്നാനി, തവനൂർ, പെരിന്തൽമണ്ണ മണ്ഡലങ്ങളിലെ പ്രചാരണ യോഗങ്ങളെയാണ് അദ്ദേഹം ഇന്ന് അഭിസംബോധന ചെയ്യുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വിജയം ആവർത്തിക്കുമെന്നും എല്ലാത്തരം വർഗീയതയ്ക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് LDF എക്കാലത്തും സ്വീകരിച്ചതെന്നും ശ്രീ പിണറായി വിജയൻ തിരൂരിൽ പറഞ്ഞു. 2021 തുടർ ഭരണം ലഭിച്ചത് LDFിന്റെ സ്വീകാര്യത കൊണ്ടാണെന്നും പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വിജയം ആവർത്തിക്കുമെന്നത് സുനിശ്ചിതം ആണെന്നും അദ്ദേഹം പറഞ്ഞു. UDFിനായി ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി നാളെ കോട്ടയത്ത് പ്രചാരണത്തിനെത്തും. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ ഇന്ന് എറണാകുളം ജില്ലയിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ആരെയാണ് ആവശ്യമെന്ന് വരുന്ന തിരഞ്ഞെടുപ്പിലൂടെ വിലയിരുത്തപ്പെടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. LDF, UDF ഭരണകാലത്തെ വികസന നേട്ടങ്ങൾ സംബന്ധിച്ച് തുറന്ന സംവാദത്തിന് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏപ്രിൽ 9-നാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. 890 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 2.71 കോടി വോട്ടർമാർ സമ്മതിദാന അവകാശം വിനിയോഗിക്കും. മെയ് 4-നാണ് വോട്ടെണ്ണൽ. പശ്ചിമേഷ്യൻ സംഘർഷം ഉയർത്തുന്ന വെല്ലുവിളികളെ രാജ്യം ഒരുമിച്ച് നിന്ന് മറികടക്കണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും നിലവിൽ യുദ്ധം നടക്കുന്ന പ്രദേശം രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങളുടെ പ്രധാന കേന്ദ്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. പെട്രോൾ, ഡീസൽ ലഭ്യതയിൽ ലോകമെമ്പാടും പ്രതിസന്ധി നേരിടുന്നതായി പറഞ്ഞ അദ്ദേഹം ഇത് നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്നും വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളിലെ 1 കോടിയിലധികം വരുന്ന ഇന്ത്യക്കാർക്ക് എല്ലാത്തരം സഹായങ്ങളും നൽകുന്ന ഗൾഫ് ഭരണകർത്താക്കൾക്ക് ശ്രീ മോദി നന്ദി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിന്റെ യോദ്ധാക്കൾ എന്നതിനു പുറമെ സ്വയം പര്യാപ്ത ഭാരതത്തിന്റെ ശക്തമായ അടിത്തറയാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ചൂണ്ടിക്കാട്ടി. ഫിഷറീസ് മേഖലയിൽ നടക്കുന്ന നൂതന സംരംഭങ്ങളെക്കുറിച്ച് പരാമർശിച്ച അദ്ദേഹം ലക്ഷദ്വീപിലെ മിനിക്കോയിൽ നിന്നുള്ള ഹാവ ഗുൽസാറിന്റെ വിജയകഥയും മൻ കി ബാത്തിൽ പങ്കുവച്ചു. ഒരു മത്സ്യ സംസ്കരണ യൂണിറ്റ് നടത്തിയിരുന്ന അവർ ഒരു കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ് കൂടി സ്ഥാപിച്ചതുവഴി വലിയ വിജയം സ്വന്തമാക്കിയതായി പറഞ്ഞ പ്രധാനമന്ത്രി അമ്മമാരുടെയും സഹോദരിമാരുടെയും ദൃഢനിശ്ചയമാണ് ഇത് തെളിയിക്കുന്നതെന്നും അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഹോം വോട്ടിംഗ് പ്രക്രിയ നാളെ ആരംഭിക്കും. 85 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൌരന്മാർ, 40%-ലധികം ഭിന്നശേഷിയുള്ളവർ, കിടപ്പു രോഗികൾ എന്നിവർക്ക് വോട്ടവകാശം വിനിയോഗിക്കുന്നതിനാണ് ഇത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏപ്രിൽ 5 വരെ ഉദ്യോഗസ്ഥർ അപേക്ഷകരുടെ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തും. കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്ന അമ്മമാർക്കും ഗർഭിണികൾക്കും മുതിർന്ന പൌരന്മാർക്കും എറണാകുളം ജില്ലയിൽ വനിതാ ശിശു സൌഹൃദ ബൂത്തുകൾ സജ്ജമാകുന്നു. തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ ജനകീയമാക്കുന്നതിനും സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നീക്കം. വോട്ടിംഗ് സമയത്ത് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബൂത്തുകളിൽ മിനി ക്രഷ് സൌകര്യം ലഭ്യമാക്കും. മുലയൂട്ടുന്ന അമ്മമാർക്കും ഗർഭിണികൾക്കും സ്ത്രീകൾക്കും വിശ്രമിക്കാനുള്ള ഇടങ്ങളും ഒരുക്കും. കുട്ടികളെ പരിപാലിക്കുന്നതിനായി അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സേവനവും ലഭ്യമാക്കും. വനിതകൾക്കും കുട്ടികൾക്കും പുറമെ വോട്ട് ചെയ്യാനെത്തുന്ന മുതിർന്ന പൌരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും ആവശ്യമെങ്കിൽ വിശ്രമിക്കാനായി ഇത്തരം ഇടങ്ങൾ ഉപയോഗിക്കാം. സ്ഥാനാർത്ഥികളുടെ സമൂഹമാധ്യമം വഴിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മീഡിയ സർട്ടിഫിക്കേഷൻ നിർബന്ധമാണെന്ന് അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ PB നൂഹ്. സർട്ടിഫിക്കേഷൻ ഇല്ലാതെ സമൂഹമാധ്യമ അക്കൌണ്ടിലൂടെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഉള്ളടക്കങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാധ്യമങ്ങളിൽ പരസ്യം പ്രസിദ്ധീകരിക്കും മുൻപ് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി നിർബന്ധമാണ്. ഇതിനൊപ്പമാണ് സാമൂഹ്യ മാധ്യമ പ്രചാരണത്തിനും സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശന സ്മരണകൾ ഉയർത്തി ഇന്ന് ഓശാന ഞായർ. ദേവാലയങ്ങളിൽ കുരുത്തോലകൾ കൈയിലേന്തി വിശ്വാസികൾ പ്രദക്ഷിണം നടത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.